സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവിലമീഡിയയിലേക്ക്. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സ്വഭാവ ശുദ്ധീകരണത്തിന്റെയും ഒക്കെ നാളുകളിലൂടെ നാം കടന്നു പോകുകയാണ്. ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ തുറന്ന് ദൈവശബ്ദം ശ്രവിച്ച് സ്നേഹത്തിലൂടെയും സമർപ്പണത്തിലൂടെയും സഹനത്തിലൂടെയും ജീവിതം കൂടുതൽ മൂല്യമുള്ളതാക്കുവാനാകണം നോമ്പാചരണങ്ങൾ. വലിയ നോമ്പിലെ 38-ാം ദിവസമായി ഇന്ന് ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗമായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ അഭിഷിക്തനായ ക്രിസ്തുവിനെയാണ് വെളിവാക്കുന്നത്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പതിവ് പോലെ നസ്രത്തിലെ പള്ളിയിൽ ചെന്ന യേശു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ഇപ്രകാരം വായിക്കുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. തുടർന്ന് തന്റെ ദൗത്യം എന്താണെന്നുള്ളത് വ്യക്തമാക്കുകയാണ് കർത്താവ്. പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ മാത്രമാണ് അഭിഷേകം ചെയ്തതായി പറഞ്ഞിട്ടുള്ളത്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ ശൗലിനെയും ദാവീദിനെയും ഒക്കെ യഹോവയുടെ അരുളപ്പാടിൻ പ്രകാരം പ്രവാചകൻ തൈലത്താൽ അഭിഷേകം ചെയ്തതായി വായിക്കുന്നു. എന്നാൽ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമാണ് ദൈവം അഭിഷേകം ചെയ്തതെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന പ്രസ്താവനയോടെ യേശു ആരാണെന്ന് പ്രഖ്യാപിച്ചവനാണ് പത്രോസ്. യേശുവിന്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ആവസിച്ചുവെന്ന് യോഹന്നാൻ സ്നാപകനും സാക്ഷിക്കുന്നുണ്ട്. ആദ്യം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്ന അന്ത്രയോസ് തന്റെ സഹോദരനായ ശിമോനോട് പറയുന്നത് ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. അപ്രകാരം അഭിഷിക്തനായ യേശു തന്റെ നിയോഗം യഹൂദന്മാരുടെ ചിന്താഗതി പോലെ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൽ നിന്നും അവരെ രക്ഷിച്ച് പുതിയൊരു രാജഭരണം സാധ്യമാക്കുന്ന മെശിഹായാകാനുള്ളതല്ല എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. തങ്ങൾക്ക് ചെയ്യാനാവുന്നതിനും അധികം വാഗ്ദാനങ്ങൾ നൽകി തിരഞ്ഞെടുപ്പിന്റെ നാളുകളിൽ പ്രകടന പത്രികകൾ തയ്യാറാക്കി പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുള്ള നമ്മുടെ സമൂഹത്തിൽ ഇന്നും വേറിട്ട് നിൽക്കുന്നുണ്ട് യേശുവിന്റെ നസ്രേത്ത് മാനിഫെസ്റ്റോ അഥവാ നസ്രത്തിലെ പ്രകടന പത്രിക എന്നതാണ് വാസ്തവം. തന്റെ ഏകദേശം 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിലൂടെ തന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശവും തന്റെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളും വെറും വാക്കുകളിൽ ഒതുക്കാതെ പൂർത്തീകരിക്കുവാൻ കർത്താവിന് സാധിച്ചു. യെശയ്യാ പ്രവാചകന്റെ പ്രവചന നിവൃത്തിയാണ് അഭിഷിക്തനായ ക്രിസ്തുവിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്. ജനന സമയത്ത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതിനാൽ പശുത്തൊട്ടിയിൽ കിടക്ക ലഭിച്ച മനുഷ്യപുത്രന് ദാരിദ്ര്യത്തിന്റെ നൊമ്പരം അറിയാമെന്ന് മാത്രമല്ല, ദരിദ്രരുടെ ദാരിദ്ര്യത്തിൽ പങ്കുചേർന്ന് അവർക്കെല്ലാം അനുഗ്രഹത്തിന്റെ സദ്വാർത്തയായി തീരുകയും ചെയ്തു ക്രിസ്തു. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൽ പ്രവാചകൻ പറഞ്ഞ അവസ്ഥകൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും നടമാടുന്നതെന്ന് ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും. എന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് പ്രഖ്യാപിച്ച കർത്താവ് സാമ്പത്തികമായി പിന്നിലായവരെ മാത്രമല്ല, ഒറ്റപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആത്മീയമായി തകർന്നടിഞ്ഞവരെയും ഒക്കെ ദൈവവുമായുള്ള ബന്ധത്തിന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഇന്നും കഴിവുള്ളവനാണ്. ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ കർത്താവ് തന്റെ മിശിഹാത്വത്തെ ഉറപ്പിക്കുന്നു. യേശുവിന്റെ ഈ വെളിപ്പെടുത്തൽ നമുക്കുമുള്ള ഒരു വിളിയായും തിരഞ്ഞെടുപ്പായും മനസ്സിലാക്കാം. ആ അഭിഷേകത്തിന്റെ ശക്തി തന്റെ സഭയായ നമ്മിലൂടെയും തുടരുന്നുവെന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. സത്യസന്ധമായി സംസാരിപ്പാനും പരസ്പരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാനും ക്രിസ്തുയേശുവിന്റെ അഭിഷേകം പ്രാപിച്ച സമൂഹത്തിന് സാധ്യമാകണം. മാത്രമല്ല, രോഗികൾക്കായി പ്രാർത്ഥിപ്പാനും എണ്ണ പൂശി അവരെ സൗഖ്യമാക്കുവാനും ആഹ്വാനം ചെയ്യുന്നത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചുവെന്നും അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും
അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീനെന്നും യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കേവലം ദൈവവചന കേൾവിക്കാരും വായനക്കാരും മാത്രമാകാതെ ക്രിസ്തു എന്ന അഭിഷിക്തന്റെ ദൗത്യത്തിൽ പങ്കാളികളാകുവാനുള്ള വിളിയോട് പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒറ്റപ്പെട്ടവരോടും സമൂഹം മാറ്റി നിർത്തിയവരോടും ആത്മീയ ദാരിദ്ര്യത്തിലായവരോടും ക്രിസ്തു എന്ന സദ്വാർത്ത പകർന്നു നൽകുവാനും അവരെ ചേർത്ത് നിർത്തുവാനും ഇന്ന് കഴിയുന്നുണ്ടോ? ഭയം, രോഗം, ആസക്തികൾ, വെറുപ്പ് തുടങ്ങി സകല ബന്ധനങ്ങളിലുമായിരിക്കുന്നവർക്ക് വിടുതലേകുവാനും ഉൾക്കാഴ്ച നഷ്ടമായ സമൂഹത്തിൽ ക്രിസ്തു എന്ന വെളിച്ചം കാട്ടിക്കൊടുക്കുവാനും പാപത്തിന്റെ അടിമത്തത്തിലായവർക്ക് വിടുതലിന്റെ പാത കാട്ടിക്കൊടുക്കുവാനും കർത്താവ് നമ്മെയും പ്രബോധിപ്പിക്കുന്നുണ്ട്. വീണ്ടെടുപ്പും വിടുതലും രക്ഷയും വിമോചനവുമെല്ലാം യേശുക്രിസ്തുവിൽ നിന്നും പ്രാപിക്കുക മാത്രമല്ല, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവാനും ബലഹീനരെ ശക്തിപ്പെടുത്തുവാനും ശ്രമിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ അനുയായികളായ നാം ഓരോരുത്തരും അവന്റെ നിയോഗമേറ്റെടുത്ത് കർത്താവിന്റെ തുടർ പ്രവർത്തനത്തിനും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കുമായി ശ്രമിക്കേണ്ടതുമാണ്. നമ്മുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെതും നമ്മുടെ പ്രവൃത്തികൾ കരുണയുടേതും നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവരുടെ സൗഖ്യത്തിനുള്ള വാതിലും ആകട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്തു ഇന്നും അഭിഷിക്തനായി ജീവിക്കുകയും മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുകയും മോചനം നൽകുകയും ചെയ്യുന്നു. നാം അവനെ വിശ്വാസത്തോടെ സ്വീകരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതവും ആ അഭിഷേകത്തിന്റെ സാക്ഷിയായി മാറും. അതിനാൽ നമുക്കും ഹൃദയം തുറന്ന് ഈ അഭിഷിക്തനായ ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിക്കാം. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കാം. അവന്റെ ദൗത്യത്തിൽ പങ്കാളികളാകാം. ദൈവമഹത്വത്തിനായി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ശമൂവേൽ പ്രവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ച് ആ അഭിഷേകത്താൽ ഞങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തീകരിപ്പാനും നിന്റെ നാമമഹത്വത്തിനായി ജീവിപ്പാനും ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. ആമേൻ.